ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു സിനി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? കുറച്ച് തണുപ്പ് കുറവുള്ളൊരു ദിവസം കേട്ടോ. അപ്പോൾ ആ ഒരു അഹങ്കാരത്തിലാണ് ഞാൻ വെറുതെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ. നമ്മുടെ ബാൽക്കണിയാണ്, ഇവിടെ നമ്മൾ വളരെ കുറച്ചേ വരാറുള്ളൂ. ഈ വീട് വാങ്ങുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും ആരും വരാനൊന്നും പോണില്ല, ഇത് കാക്ക തൂറാനുള്ള ഒരു സ്ഥലമാണ്. ഭാഗ്യത്തിലൂടെ കാക്കയില്ല. ഓക്കെ, എനിവേസ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഒരു സിനി മലയാളി. കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈം ഓഫ് ദ ഇയർ കുറേ വീടിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ എനിക്ക് വരണ ഒരു സീസൺ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ കുറേ വിശേഷങ്ങളുണ്ട്, നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്ത് തരാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിറ്റി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ബാൽക്കണി പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബാൽക്കണി പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം, എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ബാൽക്കണി പണിക്കണ വീട്ടിൽ തന്നെ ബാൽക്കണി ഒക്കെ വെച്ചിട്ടൊക്കെ പണിയണ ആൾക്കാരുണ്ട്. നമ്മൾ വീട് പണിത സമയത്ത് വി വർ വെരി പെർട്ടിക്കുലർ. നമ്മുടെ ആ പ്ലാനിൽ ഒറിജിനലി ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കാൻ പോകാത്ത ആൾക്കാരാണ് കേട്ടോ. നാട്ടിലും എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ ഇതൊന്നുമില്ല ബാൽക്കണി പോയിരിക്കാനുള്ള പ്രാന്ത്. ആൻഡ് എൻ്റെ അമ്മ പറയുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ദർ വാസ് ലൈക്ക് ചത്ത പാമ്പ്, ബിക്കോസ് സം കിളി കെയിം ബ്രോട്ട് ഇറ്റ് ഡ്രോപ്ഡ് ഇറ്റ്, അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ കളഞ്ഞ് ക്ലീൻ ആക്കാൻ കുറേ മെനക്കെട്ടു. സോ ബാൽക്കണി നമുക്ക് എന്തോ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ബാൽക്കണി വളരെ ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, കല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളോട് ഞാൻ പറയും, നീ ഇത് എടുത്തോ, നിൻ്റെ പേരിലാക്കി തരാം ബാൽക്കണി, നീ അവിടെ പോയിരുന്ന് കാപ്പി പിടിച്ചോ. അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഔട്ട്ഡോർ സ്പേസസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ വീടുകളെ കുറിച്ചിട്ടാണ്. വീട് പണിയണതിനെ കുറിച്ചിട്ടും വീട് വെക്കണതിനെ കുറിച്ചിട്ടും വാങ്ങണതിനെ കുറിച്ചിട്ടും വിൽക്കണതിനെ കുറിച്ചിട്ടും അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ദാറ്റ് ഐ ഹാവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് കംസ് ഹാൻഡി, ബിക്കോസ് കുറേ പേര് ഇപ്പോൾ ഈ ഒരു സീസണാണ്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ബിക്കോസ് ലോകത്തുണ്ടായ കുറേ മാറ്റങ്ങൾ, ചേഞ്ചസ്, ദ വാർ, ഇവിടുത്തെ ഒരു RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ കാര്യങ്ങൾ ഒക്കെ, ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് കാരണം പ്രോപ്പർട്ടി മാർക്കറ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കുറച്ച് ഇങ്ങനെയാണ് നിൽക്കണത്. ഓക്കെ, ബിക്കോസ് ദർ വാസ് എ ടൈം അപ്പ് അൺടിൽ എ ഫ്യൂ മന്ത്സ് അഗോ വരെ ഇറ്റ് വാസ് ലൈക്ക് കയറി നമുക്ക് തന്നെ എങ്ങോട്ടാ അത് കയറണേ എന്ന് തോന്നും. റെൻറ്റും വാങ്ങാനും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു സിഡ്നിയിലും ഓസ്ട്രേലിയയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ സിഡ്നിയിലെ കാര്യങ്ങൾ ഇൻ പെർട്ടിക്കുലറായിട്ട് എനിക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, റീസെൻ്റ്ലി ആയിട്ട് വിത്തിൻ ദ ലാസ്റ്റ് 6 months നമ്മൾ ഈ വീട് വാങ്ങി, നമ്മുടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വീട് വിറ്റു, ഇതൊക്കെ നടന്നിരുന്നു. ഇന്നാണ് ഞാനൊരു പോഡ്കാസ്റ്റിലും കൂടെ ചെയ്തിരുന്നു, ന്യൂസ് ഹബിൽ പോയിട്ടൊരു പോഡ്കാസ്റ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രോപ്പർട്ടി മാർക്കറ്റ് ആൻഡ് സ്റ്റഫ്. അപ്പോൾ ദാറ്റ് വാസ് ടോക്കിംഗ് ടു എ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. അവരുടെ ഒരു വ്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് അറിഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇപ്പോൾ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇസ് എ ബിറ്റ് ഷേക്കി ഓസ്ട്രേലിയയിൽ. വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വീട് വാങ്ങാനും ഒക്കെ. വിൽക്കാൻ നോക്കണവർക്ക് മേ ബി ദിസ് ഇസ് നോട്ട് എൻ ഐഡിയൽ മാർക്കറ്റ് ബിക്കോസ് പ്രൈസസ് ആർ ഗോയിങ് ഡൗൺ. ബട്ട് ഇനിയും കുറേനേക്കാട്ടും മുന്നേ വേഗം വിൽക്കാം എന്നുള്ള രീതിയിൽ വിൽക്കണവരെ എനിക്കറിയാം കേട്ടോ. എൻ്റെ അറിയണ കുറച്ച് പേരൊക്കെ ഇപ്പോൾ വീട് വിറ്റിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ ഹാപ്പനിങ്. വാങ്ങാൻ നോക്കണവർക്ക് ഇപ്പോൾ ഇറ്റ് ഇസ് എ ഗുഡ് ടൈം, ബിക്കോസ് വില കുറയുമ്പോൾ വാങ്ങേണ്ടതാണല്ലോ ഐഡിയൽ. നമ്മൾ വിൽക്കലും വാങ്ങലും ഒരേ മാർക്കറ്റിൽ ചെയ്യുക, ലൈക്ക് വാട്ട് വി ഡിഡ്. ഒരേ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, ബിക്കോസ് നമ്മൾ ഒരേ കൈൻഡ് ഓഫ് മാർക്കറ്റിലാണ് വാങ്ങിയതും വിറ്റതും. സോ യു നോട്ട് ഹാവിങ് ടു മച്ച് ഓഫ് എ ഡിഫറൻസ്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യാൻ നോക്കണവർക്ക് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. ഇപ്പോൾ വില കുറഞ്ഞു എന്ന് വെച്ചിട്ട് എന്താ, ഞാനിപ്പോൾ ഇത് വാങ്ങാൻ നോക്കണവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ സോ മച്ച് ദാറ്റ് നമുക്ക് 5-6 വീട് വാങ്ങിയിടാം, അങ്ങനത്തെ കുറയിലല്ല കുറഞ്ഞിരിക്കണേ. ഒരു ചെറിയ ഒരു കുറവേൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടീസിനൊക്കെ അത് ഭയങ്കര ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടാവും. അഗൈൻ ബിക്കോസ് പ്രത്യേകിച്ച് ഇപ്പോൾ സിഡ്നി സ്പെസിഫിക് ആയിട്ട് ഐ ക്യാൻ സേ, ബിക്കോസ് ഞാൻ സിഡ്നിയിലാണ്, പ്രൈസസ് വർ സോ ഹൈ ദാറ്റ് ഒരു ചെറിയൊരു കുറവ് വന്നതും ഇറ്റ്സ് നോട്ട് ലൈക്ക് യെസ് നൗ ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളൊരിതല്ല. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് അൺഅച്ചീവബിൾ, ഐ എം ജസ്റ്റ് സെയിങ് അത്രയ്ക്കൊന്നും കുറഞ്ഞിട്ടില്ല എന്നാണ് പറയണേ. And you know, in the next couple of months maybe interest rate കുറയുക എന്നൊക്കെ വന്നാൽ again this market will change. Market always changes. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യമായിരുന്നു, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയാൽ മതിയായിരുന്നു. ബിക്കോസ്
the kind of things that they do, the market situation that we're in, അതൊക്കെ ഒരു ഭയങ്കരമാട്ടോ. ഞാൻ ഇത്രയ്ക്ക് എന്താ പറയുക, പ്രോപ്പർട്ടി മാർക്കറ്റിനെ പിടിച്ച് ജീവിക്കണ ഒരു രാജ്യം വേറെ ഇല്ല തോന്നുന്നു. അത്രയ്ക്കും ആണ് ഇവിടെ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ഉള്ള ഒരു കാര്യം. ആൻഡ് നമ്മളിപ്പോൾ ഒരു 4 ആൾ കൂടിയാലും one topic will be പ്രോപ്പർട്ടീനെ കുറിച്ച് സംസാരിക്കൽ. ഇറ്റ്സ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എവറി വൺസ് ഹെഡ്, ബിക്കോസ് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ഓസ്ട്രേലിയയിൽ. വീട്, property is a huge investment, and if you invest right, you can profit out of it. ഇൻവെസ്റ്റ് റോങ് ആയിട്ടുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെയും കണ്ടിട്ടുണ്ട്. സോ മേക്ക് ദ റൈറ്റ് ചോയ്സ്, ഓക്കെ. ആൻഡ് ഞാൻ ഈ പറയുന്നതൊന്നും ഇസ് നോട്ട് പ്രൊഫഷണൽ അഡ്വൈസ്, നമ്മുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ, ഓക്കെ. സോ ഗൈസ്, നമ്മളിപ്പോൾ വീട് വാങ്ങുകയാണെന്ന് വിചാരിക്കും. വിൽക്കുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ഓക്കെ. യു ആർ ട്രൈങ് ടു സെൽ യുവർ ഹൗസ് ഔട്ട്. ഞാൻ എങ്ങനെയാണ് നമ്മുടെ വീട് വിറ്റ്, നമ്മൾ കെലിവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു വീട് വിറ്റിരുന്നു നമ്മുടെ. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൗ ദ എക്സ്പീരിയൻസ് വാസ്, വാട്ട് യു നീഡ് ടു ബി അവെയർ ഓഫ് വെൻ യു ആർ സെല്ലിംഗ് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അത് ചാനലിൽ പോയി നോക്കിയാൽ സെല്ലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതിൽ കാണാം. നമ്മൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ ദെർസ് എ കപ്പിൾ ഓഫ് തിങ്സ് ദാറ്റ് കംസ് ഇൻ ടു യുവർ ഹെഡ്. ആദ്യം തന്നെ അതിൽ ആദ്യത്തെ കാര്യം ഇസ് വാട്ട് ആർ വി ബൈയിങ്. There are different property types. ഇപ്പോൾ വീട്, സ്റ്റാൻഡ് അലോൺ ഹൗസസ് ലൈക്ക് ദീസ്, ദെർസ് എ ഹൗസ്. അത് തന്നെ സിംഗിൾ സ്റ്റോറി വേണോ, ഡബിൾ സ്റ്റോറിയുള്ള വീട് വേണോ, എത്ര ബെഡ്റൂംസ് വേണം, എത്ര ബാത്റൂംസ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ദെൻ ദെർ ആർ അതർ പ്രോപ്പർട്ടി ടൈപ്സ് ലൈക്ക് അപ്പാർട്ട്മെൻറ്റ്സ്, യൂണിറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, വിച്ച് ആർ ഐ തിങ്ക് എ ലിറ്റിൽ ഈസിയർ ടു ഗെറ്റ് ബിക്കോസ് ദെർസ് മോർ, റൈറ്റ്. നമുക്ക് ഒരു വീട്, സ്റ്റാൻഡ് അലോൺ വീടിന് ഒരു 10 ആൾക്കാർ വാങ്ങാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും, അതിനും വാങ്ങാൻ നല്ല ആളൊക്കെ തന്നെയാണ്. ബട്ട് യു ഹാവ് മോർ ചോയ്സസ് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഉള്ളൊരു ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ് ടൗൺ ഹൗസസ്. ഇത് ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ കുറേ കാണുന്നതാണ്, US ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രോപ്പർട്ടിയാണ്. ദേ കോൾ ടൗൺ ഹൗസസ്. ഐ ഡോണ്ട് നോ ഇതിന് വേറെ കൺട്രീസിൽ എന്താ വിളിക്കുക എന്ന് എനിക്കറിയില്ല. ഇവിടെ ടൗൺ ഹൗസ് എന്നാണ് വിളിക്കുക. അതായത് ഒരു ചുമർ വിൽ ബി ദ ഷെയ്ഡ്സ് ആയിട്ടുള്ളൊരു ചുമര്. ഇപ്പോൾ ഇപ്പുറത്ത് ഒരു വീട് തന്നെയായിരിക്കും, ഈ ചുമരിൻ്റെ ഇപ്പുറത്ത് വേറൊരു വീടായിരിക്കും. അപ്പോൾ അങ്ങനെ ലാൻഡ് അധികം ഉണ്ടാവില്ലായിരിക്കും. ആൻഡ് ഇവിടെ അങ്ങനത്തെ ടൗൺ ഹൗസസിന് കുറേയൊക്കെ കൗൺസിലായിരിക്കും ആ ലാൻഡ് ഓൺ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കൗൺസിൽ അപ്രൂവലൊക്കെ കിട്ടിയാലൊക്കെ നടക്കൂ. ആൻഡ് ഇറ്റ്സ് ഹാർഡർ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു വീടാണ്. അപ്പോൾ ഈ ലാൻഡ് ഫുൾ നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഈ ലാൻഡിൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു മരം നടണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ നടൽ. ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അത്രയും പെർമിഷൻസ്. അഫ്കോഴ്സ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗരാജ് പണിയാന്നൊക്കെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് വി നീഡ്, അല്ലെങ്കിൽ ഒരു പൂള് പണിയാന്നുണ്ടെങ്കിൽ വി നീഡ് കൗൺസിൽ അപ്രൂവൽ, അത് വേറെ കാര്യം. ബട്ട് ടൗൺ ഹൗസസിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ദേ ആർ നോട്ട് ആസ് എക്സ്പെൻസീവ് ആസ് ഹൗസസ്, ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ഹൗസസിൻ്റെ അത്ര വില വരില്ല, വിച്ച് ഇസ് ഗ്രേറ്റ്. നമുക്കിപ്പോൾ ഒരു എൻട്രി മാർക്കറ്റിലേക്കൊക്കെ കയറണമെങ്കിൽ ടൗൺ ഹൗസസ് ആർ ഗ്രേറ്റ് കേട്ടോ. സിഡ്നിയിലത്തെ കാര്യമാണ് ഞാൻ സ്പെസിഫിക്കലി പറയണത്. ബിക്കോസ് ഓഫ് കോഴ്സ് ഈ ഷെയ്ഡ് ആയിട്ടുള്ള വാൾ ഉണ്ടാവും, ചിലതിൽ ഷെയ്ഡ് ഡ്രൈവ് വേ ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് കോഴ്സ് ദ വാല്യൂ വാങ്ങാൻ നമുക്ക് ഇറ്റ്സ് എ ബിറ്റ് മോർ അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ ഫസ്റ്റ് വീട് വാങ്ങാനൊക്കെ നോക്കുന്ന സമയത്ത് കുറേ ടൗൺ ഹൗസസ് ഒക്കെ നോക്കിയിരുന്നു കേട്ടോ. ദേ ആർ നൈസ്. ചിലതിന് വല്ലാണ്ട് സ്റ്റെയർ കേസസ് ഉണ്ടാവും, അതായത് പല ഫ്ലോറിലായിട്ടായിരിക്കും. 4 ഫ്ലോറിലുള്ളവരൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു കേട്ടോ. അതായത് ബേസ്മെൻറ്റിലായിരിക്കും കാർ പാർക്കൊക്കെ ചെയ്യണേ, മറ്റേ ഗരാജിൻ്റെ ഒരു സ്പേസ്. പിന്നെ നമ്മൾ 2 നില കോണി കയറി വന്നിട്ടാണ് ഒരു ലിവിങ് റൂം, കിച്ചൺ, പിന്നെ ഒരു 2 കോണി കയറിയിട്ട് 2 ബെഡ്റൂം, 2 കോണി കയറിയിട്ട് വേറെ 2 ബെഡ്റൂം, ടോയ്ലറ്റ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഫ്ലോറിലൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ ടൗൺ ഹൗസസ് ബിൽഡ് ആവുക. ബിക്കോസ് ദേ ആർ നോട്ട് അങ്ങനെ പരന്നിട്ടല്ല, ഇങ്ങനെയാണ് നാരോ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സോ യു വിൽ ഹാവ് ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ, വിച്ച് വാസ് വൺ റീസൺ വി ഡിഡ് ഓപ്റ്റ് ഫോർ ഇറ്റ്, ബിക്കോസ് എനിക്ക് കോണി കയറാൻ മടിയാണ്. അതുകൊണ്ട് കേട്ടോ ഐ ആക്ച്വലി ഡിഡ് നോട്ട് ഇവൻ വാണ്ട് എ ഡബിൾ സ്റ്റോറി ഹൗസ്. എനിക്ക് കോണി കയറാൻ ഇഷ്ടമല്ല, ഈ സ്റ്റെപ്പ് കയറി അപ്പ് ആൻഡ് ഡൗൺ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സിംഗിൾ സ്റ്റോറി ഹോംസ് ആണ് എൻ്റെ ഒരു ഡ്രീം ഹോം എന്നൊക്കെ വെച്ചാൽ. എ നൈസ് സിംഗിൾ സ്റ്റോറി ഹൗസ്, എവറിഥിങ് ഈസ് ഓൺ 1 ഫ്ലോർ, നമുക്കിങ്ങനെ നടന്നെല്ലാം എത്താം. ഒരു അപ്പാർട്ട്മെൻറ്റ് ബട്ട് ഇൻ എ ബിഗർ സ്കെയിൽ ഇസ് മൈ ഡ്രീം പ്ലേസ് കേട്ടോ. സോ ഹോപ്പ്ഫുള്ളി വൺ ഡേ ദാറ്റ് വിൽ ഓൾസോ വർക്ക് ഔട്ട്. പിന്നെ ഉള്ളത് ഓഫ്കോഴ്സ് ഇങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് ഹോംസ്. ഓക്കെ, സോ ദർ ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ്, പ്രോപ്പർട്ടീസ് ദാറ്റ് യു ക്യാൻ ബൈ. ഇനി ദ അതർ ബിഗ് തിങ് ദാറ്റ് യു നീഡ് ടു ഡിസൈഡ് ഇസ്, വീടാണ് നിങ്ങൾ വാങ്ങണേന്ന് വിചാരിക്കൂ. യു ക്യാൻ ഐദർ ഗോ ഫോർ
ബിൽഡിംഗ് എ ഹൗസ് ഫ്രം സ്ക്രാച്ച് ഓർ ബൈയിങ് ആൻ എക്സിസ്റ്റിംഗ് ഹൗസ്. ഇത് രണ്ടും ചെയ്ത ആൾ എന്നുള്ളൊരു നിലയിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നമ്മുടെ കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് എ വെരി ലോങ്, ഇപ്പോൾ ലോങ്ങർ. നമ്മളൊക്കെ മറ്റേ വീട് വലിയ വീട് നമ്മൾ ബിൽഡ് ചെയ്തിരുന്ന കാലത്തൊക്കെ 7 months ടപ്പ് എന്നൊക്കെ തീർന്നു കേട്ടോ. ഇപ്പൊന്നും അങ്ങനെയല്ല. എസ്പെഷ്യലി കോവിഡിന് ശേഷമൊന്നും അത്രയും ഫാസ്റ്റായിട്ട് ബിൽഡൊന്നുമില്ല. സോ ഇഫ് യു ഹാപ്പി ടു വെയിറ്റ്, ഇഫ് യു ഹാപ്പി ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഹോൾ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ദ ഹൗസ്, ഇറ്റ് ഈസ് ഫോർ യു. എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബിൽഡിംഗ് ദ ഹൗസ്. നമ്മൾ ലാൻഡ് വാങ്ങണ തൊട്ടിട്ട് നമ്മൾ നടന്ന് ഏതൊക്കെ ബിൽഡേഴ്സ് ഉണ്ട് നോക്കി, നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് കണ്ടുപിടിച്ച് നമ്മുടെ മോഡിഫിക്കേഷൻസ് വരുത്തിച്ച് പ്രൊജക്റ്റ് ഹോംസ് വേണോ അതോ കസ്റ്റം ബിൽഡേഴ്സിനെ വേണോ ഒക്കെ നോക്കി, ഈവൻ എന്താ പറയുക, ഒരു ഡോർ നോബ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡോർ നോബ് ഇത് കണ്ടു. ഈ ഡോർ നോബ് ഇപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ഈ വീടിൻ്റെ. ഓക്കെ, ബട്ട് മേ ബി ദിസ് ഇസ് നോട്ട് എ മോഡേൺ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് എന്താണോ ആ സമയത്ത് ഏറ്റവും നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ബിക്കോസ് ഈ ഒരു ഫീൽഡ്, ഈ ഒരു മേഖല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ഫ്രം സ്ക്രാച്ച് ഓരോ കളർ പെയിൻറ്റിൻ്റെ തൊട്ട് ബ്രിക്കിൻ്റെ തൊട്ട് ഫ്ലോറിൻ്റെ ടാപ്പ് എന്ത് വേണം, ടോയ്ലറ്റിലെ ടൈൽ എന്ത് വേണം, എവറി സിംഗിൾ നുക്ക് ആൻഡ് കോർണർ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പണിയണ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചാമുണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി എവറി ഫാമിലി ഈസ് ഡിഫറെൻറ്റ്, എവറി ഫാമിലീസ് ലൈഫ് സ്റ്റൈൽ ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഷിഫ്റ്റ് വർക്കേഴ്സ് കുറേ പേരുണ്ടാവും. അപ്പോൾ ഇറ്റ് മൈറ്റ് ബി ദാറ്റ് 1 person ഡസ് ഏർലി മോർണിംഗ് ഷിഫ്റ്റ്സ്. രാവിലെ 3 മണിക്ക് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ദ റെസ്റ്റ് ഓഫ് ദ ഫാമിലി ഡസൻ നീഡ് ടു ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ യു നീഡ്, ഐ തിങ്ക് എ ഡബിൾ സ്റ്റോറി ഹോം വുഡ് ബി റിയലി കൂൾ. സോ യു ഡോണ്ട് awake the rest of the family up. ഇപ്പം നമ്മളെ പോലത്തെ ഒരു ഫാമിലിയാണ് വെച്ചാൽ കുട്ടികൾ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. വി ഹാവ് കിഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. അപ്പോൾ അവർക്കുള്ളൊരു സ്പേസ് ഉള്ള ടൈപ്പ് ഓഫ് വീട്, കുട്ടികൾക്ക് ഓടിക്കളിക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കി ഇഷ്ടത്തിനനുസരിച്ച് ബിൽഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഐ ടോട്ടലി ലവ് ദ ബിൽഡിംഗ് എക്സ്പീരിയൻസ്. വുഡ് ഐ ഡു ഇറ്റ് അഗൈൻ? ഐ ഡോണ്ട് നോ. ഇപ്പോഴത്തെ ദ ടൈം ഫ്രെയിമിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹാവ് ദ ക്ഷമ. അത്രേ ഉള്ളൂ കേട്ടോ. ബട്ട് ഐ വുഡ് ലവ് ടു. ഇഫ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി മേ ബി ഐ സ്റ്റിൽ വുഡ്. നമ്മുടെ ഇഷ്ടത്തിന് പണിയാലോ. അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് യു നീഡ് ടു ബി കെയർഫുൾ വെൻ യു പിക്ക് യുവർ ബിൽഡർ. ഐ ഓൾവേസ് സേ ദിസ് ടു പീപ്പിൾ ഹൂ ആർ ബിൽഡിംഗ്. പ്ലീസ് മേക്ക് ഷുവർ അവരുടെ റിവ്യൂസ് വായിക്കൂ. ദ ചീപ്പസ്റ്റ് ഇസ് നോട്ട് ദ ബെസ്റ്റ്. നമുക്ക് വില 10 ഉറുപ്പ്യ അവിടെ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് 100 ഉറുപ്പ്യ അപ്പുറത്ത് എക്സ്ട്രാ ചിലവ് വരും. സോ പ്ലീസ് പിക്ക് യുവർ ബിൽഡർ റൈറ്റ്. നല്ല റിവ്യൂസ് നോക്കുക. അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഹോംസ് നമ്മളൊക്കെ പോയി ഡ്രൈവ് ചെയ്ത് കണ്ടിരുന്നു. അവർ അഡ്രസ്സസ് തരും. ഈ വീടുകളൊക്കെ നമ്മൾ പണിതാണ്. വി ക്യാൻ ഗോ സീ. പിന്നെ ഡിസ്പ്ലേ ഹോംസ് ഉണ്ട് where you can go see and touch and feel and actually experience ഈ ഒരു ബിൽഡറിൻ്റെ വീട് എങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് ഹോംസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഓപ്ഷൻ ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ മെക്ഡോണൾഡ് ജോൺസിൻ്റെ മോജോ ഹോംസ് കൂടെയാണ് ബിൽഡ് ചെയ്തിരുന്നത് നമ്മുടെ പഴയ വീട്. ആൻഡ് we had a great experience. They did a good job for us. But that doesn't mean that that's always the case, Things change as well. So always check everything possible before you pick your builder because it can really, really make or break your life. കുറച്ച് നാൾ മുന്നേ ഓസ്ട്രേലിയയിൽ നിറച്ച് നമ്മൾ കണ്ട ഒരു പ്രശ്നമായിരുന്നു ബിൽഡേഴ്സ് ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ. അതായത് അവർ ആ കമ്പനി തന്നെ അടച്ചു പൂട്ടും. സോ മേ ബി യുവർ ഹൗസ് ഇസ് ലൈക്ക് മിഡ് വേ ഡൺ ആൻഡ് ദ കമ്പനി അടച്ചു പൂട്ടി ആൻഡ് ദെൻ യു സ്റ്റക്ക്. സോ ഇറ്റ്സ് എ ഹ്യൂജ് തലവേദന. ലൈഫ് ഡിസ്റപ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ കുറേ പേരുടെ വിത്ത് ബിൽഡേഴ്സ് ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ. സോ പ്ലീസ് ബി കെയർഫുൾ വെൻ യു ചൂസ് യുവർ ബിൽഡർ. The cheapest is not the best. That's what I would keep saying. Don't go for ഇത് വില കുറവാണ് അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാം. ഈ ബിൽഡർ ഇത്രയും $, ഇത്ര സാധനം ഇൻക്ലൂഷൻസ് ഉള്ളൂ, ബട്ട് മറ്റേ ബിൽഡർ ഇത് മുഴുവനും തരും. that doesn't mean that you're picking the right person. Always, again, the most expensive is also not the best. So whatever, know your budget, speak to a mortgage broker, find out what you can spend, the max how much you can spend. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ what is best for you in terms of the builder and your budget and all of that. So finding the right builder ഒക്കെ ആണെങ്കിൽ your process becomes great. ബിൽഡിന് ശേഷം ഫിക്സ് ചെയ്യേണ്ട ഡിഫക്ട്സ് കുറവായിരിക്കും. അപ്പം നമ്മളുടെയൊക്കെ ആ വീട് പണിതതിന് ശേഷം we had very minor things. We had like
എന്തോ ഒരു ടൈല് ചിപ്പ് കണ്ടു ടോയ്ലറ്റിൽ, അത് അവർ വന്ന് റീപ്ലേസ് ചെയ്തു. പിന്നെ പെയിൻറ്റ് എവിടെയോ കുറച്ച് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ടി വിയുടെ ബാക്കിലോ എന്തോ, സോ ദേ കേം ഫിക്സ്ഡ് ഇറ്റ്. സോ വി വർ വെരി ലക്കി. നമുക്ക് ദൈവം സഹായിച്ചിട്ട് പിന്നെ ലീക്സോ അല്ലെങ്കിൽ ബ്രോക്കൺ സ്റ്റഫ്, ക്രാക്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദ പെയിൻറ്റ് ക്വാളിറ്റി വാസ് റിയലി ഗുഡ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസിൽ നമ്മുടെ ഹോം ടൂർ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഹൗ ദാറ്റ് ഹൗസ് ലുക്ക്ഡ് എന്നുള്ളത്. അപ്പോൾ അത് ഭംഗിയിൽ നമ്മൾ എന്നിട്ട് മെയിൻറ്റെയിനും ചെയ്തിരുന്നു. വി സോൾഡ് ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ് ഓൾസോ, സോ ദാറ്റ് വാസ് ഫൈൻ. പിന്നെ ഇറ്റ് കംസ് ടു ബൈയിങ് ആൻ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി തന്നെ ദർ ആർ 2 types. ഓക്കെ, ഞാൻ കുറേ നേരം അതിൽ നിൽക്കണു സ്റ്റാൻഡേർഡ് ടൈപ്പിൽ, ഞാൻ ഒന്ന് പോയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, സോ വി വർ ടോക്കിംഗ് അബൌട്ട് ബൈയിങ് ആൻ എക്സിസ്റ്റിംഗ് ഹോം, വിച്ച് ഈസ് വാട്ട് വി ഡിഡ് ദിസ് ടൈം അറൗണ്ട്. നമ്മൾ മറ്റേ ആദ്യത്തെ വീട് കല്ലിവില്ല നമ്മൾ ലാൻഡ് വാങ്ങി ബിൽഡ് ചെയ്തു. ദ സെക്കൻഡ് ഹൗസ് വിച്ച് വി ബോട്ട്, ദിസ് ഹൗസ് ഇൻ ചെറിബ്രൂക്ക്, ഇത് ഒരു എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരുന്നു. സോ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ നോക്കാൻ ഉള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഈസ് നമുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനുള്ള ടൈം സ്പെൻഡ് ചെയ്യാനില്ല. വി ഡോണ്ട് ഹാവ് ദ ടൈം ടു വെയിറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് വേണ്ടി വരും. വി ഡോണ്ട് മൈൻഡ് കസ്റ്റമൈസേഷൻസ് ഒന്നും വേണ്ട, എനിക്ക് റാദർ ബൈ ഇറ്റ് അങ്ങനെ തന്നെ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് വാങ്ങാം. ബിഗർ ലാൻഡ്, ഇപ്പോൾ എസ്പെഷ്യലി സിഡ്നിയിലുള്ള കുറേ ഒരു ഇഷ്യൂ ദാറ്റ് കംസ് അപ്പ് ഇസ് ലാൻഡ് സൈസസ് ആർ സ്മോൾ ആൻഡ് യുനോ കുട്ടി വീടുകളായിട്ട് കുറേ എസ്പെഷ്യലി ന്യൂലി ഡെവലപ്ഡ് ഏരിയാസിലൊക്കെയാണ് നമുക്ക് തന്നെ ലാൻഡ് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഓൾവേസ് കംസ് അപ്പ് ദാറ്റ് യുനോ it's like a block of concrete just lying around everywhere. There's no vegetation. മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് വീടുകൾ വന്നത്. ആ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഇങ്ങനെ എപ്പോഴും കുറേ പേര് പറയണേ കേൾക്കാറുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദാറ്റ്, യു വോണ്ട് ഇൻ എൻ എസ്റ്റാബ്ലിഷ്ഡ് സബർബ്, ലോട്ട്സ് ഓഫ് ഗ്രീനറി, ബിഗർ ലാൻഡ് സൈസ്, അങ്ങനത്തെയൊക്കെ കാര്യമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബൈയിങ് ആൻ എക്സിസ്റ്റിംഗ് ഹൗസ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. അപ്പം നമ്മൾ എന്തിനാണ് വാങ്ങിയ ഈ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ വാസ് ഫാക്ടർ ഡെഫിനറ്റ്ലി വാസ് ടൈം. നമുക്ക് ടൈമില്ലായിരുന്നു. വി നീഡഡ് ടു മൂവ് 2026. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി. ഓക്കെ, ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. വാട്ട് ആർ ദ കോൺസ് ദാറ്റ് വി ഹാവ് ഫൗണ്ട് എന്നുള്ളത്, നമ്മളിങ്ങനെ ഒരു പഴയ വീട് വാങ്ങുമ്പോൾ ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിന് പണിതതല്ല. മറ്റേ വീട് നമ്മൾ ഒരു ഡോർ നോബ് വരെ നമ്മളാണ് സെലക്ട് ചെയ്തേക്കണേ. ഇവിടെ 5 പൈസയുടെ സാധനം നമ്മളല്ല സെലക്ട് ചെയ്തേക്കണം കേട്ടോ. ഇതാണെങ്കിൽ വളരെ പഴയൊരു വീടാണ്, ഒരു 45-year-old ഹൗസാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. നമ്മൾ എന്നിട്ടൊരു ഇങ്ങനെ കയറി വന്നിട്ട് നമ്മളെക്കാട്ടും പ്രായം, മൈ ഗോഡ് എന്താ എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു തോട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ തോന്നില്ല പഴയ വീടാണെന്ന്, ബിക്കോസ് വി ഡൺ എ ബിറ്റ് ഓഫ് റെനോവേഷൻ. ഇപ്പോൾ ഇതൊക്കെ മാറ്റേണ്ടിയും ഒക്കെ ഞാൻ റെനോവേഷൻ വീഡിയോസ് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. നമ്മൾ റെനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പുറത്തുനിന്ന് കണ്ടാൽ, ബട്ട് ഇറ്റ് ഈസ് വൺ നാഗവല്ലി, ഈസ് വൺ സ്ഥലം. ഓക്കെ, ഫുൾ തൂണ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഇറ്റ്സ് എ വെരി ഓൾഡ് സ്ട്രക്ചർ. അപ്പോൾ ദർ ആർ കൺസേൺസ് ലൈക്ക് യുനോ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ഇലക്ട്രിക്, ദ പ്ലംബിങ്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത്. ഇറ്റ്സ് ആൻ ഓൾഡ് ഹൗസ് എന്നുണ്ടെങ്കിൽ ദോസ് ആർ ഡെഫിനറ്റ്ലി ചാലഞ്ചസ് ദാറ്റ് വി ഹാവ് ടു ബി മെൻ്റലി പ്രിപ്പയർഡ് ഫോർ. അങ്ങനത്തെയൊക്കെ ചാലഞ്ചസ് കുഡ് കം അപ്പ്. പിന്നെ ലേ ഔട്ട് ഓഫ് ദ ഹൗസ്, നമ്മൾ എന്ത് റെനോവേറ്റ് ചെയ്താലും ദ ലേ ഔട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇവിടെയാണ് കിച്ചൺ വെച്ചാൽ അവിടെ തന്നെ കിച്ചൺ ഉണ്ടാവും, ഇതാണ് ടോയ്ലറ്റ് എന്ന് വെച്ചാൽ അവിടെ തന്നെ കാണും. ഇപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ടോയ്ലറ്റ്സ് ആണ്. ഇത് വെരി സ്മോൾ. നമ്മുടെ മറ്റേ വീട്ടിൽ നമ്മൾ ലാവിഷായിട്ടുള്ള ബാത്റൂംസ് ആയിരുന്നു പണിതിരുന്നത്. ഇവിടെ പക്ഷേ ഇതേ വെരി സ്മോൾ. ബട്ട് നമ്മൾ 4 പേരുള്ളൊരു വീട്, വേർ വി ബോത്ത് വർക്കിംഗ്, ദി കിഡ്സ് ഹാവ് സ്കൂൾ, ഡേ കെയർ, നമ്പർ ഓഫ് ബാത്റൂംസ് വേണം അധികം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ വീട്ടിൽ വി ഹാഡ് 3 full bathrooms and 1 powder room. സോ 3.5 ആയിരുന്നു നമ്മൾ ആ വീട്ടിൽ പണിതത്. അത്യാവശ്യമാണ് നമുക്ക് തോന്നി, ബിക്കോസ് 1 or 2 വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇറ്റ് ഇസ് വെരി ഹാർഡ്. ആൻഡ് ഓൾഡർ ഹോംസ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോംസിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് മോർ ബാത്റൂംസ്. വി ഹാവ് ഈവൻ സീൻ ഹൗസസ് 5 bedroom-ഉം 1 ബാത്റൂമുള്ള വീടുകൾ, അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ ആ ഒരു കോൺസെപ്റ്റ്, പണ്ടത്തെ വീടിൻ്റെ ഒരു സ്റ്റൈലൊക്കെ അതാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് നോട്ട് നോബഡീസ് ഫോൾട്ട്. ആൻഡ് ഐ തിങ്ക് ഇവിടുത്തെ ഒരു കൾച്ചറിൽ കുറേ ബാത്റൂം ഉണ്ടാവുമെന്നും വലിയ കോമൺ ഒന്നുമല്ല. ഐ തിങ്ക് ഇറ്റ്സ് മോർ ലൈക്ക് എ മലയാളി തിങ് ദാറ്റ് യു നോ വി വാണ്ട് ദാറ്റ്. ഈ വീട് പിക്ക് ചെയ്യാനുള്ളൊരു മെയിൻ ഫാക്ടർ വാസ് ദാറ്റ് ആക്ച്വലി, ദാറ്റ് ഇവിടെയും അതേപോലെ നമ്മുടെ പഴയ വീട് പോലെ 3 bathrooms 1 powder room ഉണ്ട്. സംഭവം ചെറുതാണ്, ദേ ആർ നോട്ട് ആസ് സ്പേഷ്യസ്, ദേ ആർ വെരി സ്മോൾ.
ബട്ട് ഉണ്ട്, നമുക്ക് സാധനം ഉണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ താത്തത്തെ ബാത്റൂം ആക്ച്വലി ഇപ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞു ഇവിടെ മൂവ് ചെയ്തിട്ട് ഇതുവരെ നമ്മൾ അവിടെ ആരും കുളിച്ചിട്ടൊന്നുമില്ല. താഴെ ഒരു ബാത്റൂം ഉണ്ട്, യു നെവർ യൂസ്ഡ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് ദെയർ. ഒരു ആവശ്യം വന്ന അടിയിൽ ഒരു ബാത്റൂം ഉണ്ട്, ബട്ട് ടോയ്ലറ്റ്സ് ഉണ്ട് അടിയിൽ ഒരെണ്ണം, മേളിൽ 2 എണ്ണം, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ് വിത്ത് രാവിലത്തെ ഓട്ടം, എവറിബഡി നീഡ്സ് ടു യൂസ് ദ ബാത്റൂം, കുളി പിളി ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ദ നമ്പർ ഓഫ് ബാത്റൂംസ് വേണം എന്നുള്ളത് വാസ് വൺ ഫാക്ടർ ദാറ്റ് വി ഹാഡ് ഇൻ മൈൻഡ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് മിനിമം 4 ബെഡ്റൂം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ 5 ബെഡ്റൂം ഹൗസ്, ബട്ട് ഒരു ബെഡ്റൂമിനെ നമ്മൾ തിയേറ്റർ റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ഡിഡ് ദാറ്റ് ഇൻ ദ ഓൾഡ് ഹൗസ് ആസ് വെൽ. അത് തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്ത്. 5 ബെഡ്റൂമിൽ അടിയിലത്തെ ഒരെണ്ണം നമ്മൾ തിയേറ്റർ ആക്കിയിട്ട് അത് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വാങ്ങിയത്. പിന്നെ ഓഫ് കോഴ്സ് സം പീപ്പിൾ സീ ക്യാരക്ടർ ഇൻ എൻ ഓൾഡ് ഹൗസ്. ദർ ഇസ് എ ചാം അബൌട്ട് എൻ ഓൾഡ് ഹൗസ്. ദിസ് ഈസ് വാട്ട് ഹൗസസ് ആർ. ഇപ്പോഴത്തെ എല്ലാ വീടും ഒരേപോലെ ഇരിക്കും, ബട്ട് ദിസ് ഹാസ് എ ക്യാരക്ടർ, ദിസ് ഹാസ് എ ചാം എന്ന് മൾട്ടിപ്പിൾ പീപ്പിൾ നമ്മളോട് വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. I don't see it. I wish I did. So bad. I don't see the character. എന്താണ് ഒരു പഴയ വീടിൻ്റെ ക്യാരക്ടർ എന്ന് എൻ്റെ ബ്രെയിനിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, അതാണ്. അപ്പം ഞാൻ ഈ എല്ലാ പഴയ വീട് കാണുമ്പോഴും ഐ എം ലൈക്ക് ഇതിലിപ്പോൾ എന്താ. എനിക്ക് നല്ല പുത്തൻ ചെത്ത് വീടുകളാണ് ഇഷ്ടം. ഐ എം ബീങ് വെരി ഓണസ്റ്റ്, ദാറ്റ് ഈസ് മൈ പേഴ്സണൽ പ്രെഫറൻസ്. ഇഫ് ഐ ഹാഡ് ദ ചാൻസ് പുത്തൻ വീട് ഓർ ദിസ് ഇൻ ദ സെയിം സബർബ് ഇൻ ദ സെയിം ഏരിയ ഒക്കെ ആണെങ്കിൽ ഐ വുഡ് ഓപ്റ്റ് ഫോർ ദ പുത്തൻ വീട്. ബട്ട് ദർ ആർ മെനി പീപ്പിൾ ഹു തിങ്ക് ഇല്ല, ന്യൂ ഹോംസ് ആർ നോട്ട് ബിൽഡ് ആസ് സ്ട്രോങ്, പഴയ വീടുകളാണ്. അത് ശരിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പണിക്കാരൊക്കെ ഇലക്ട്രിക് വർക്കിനും നമ്മൾ ഈ റെനോവേഷൻ ചെയ്യുമ്പോഴൊക്കെ ഒരു ഡ്രില്ല് പോലും കയറില്ലായിരുന്നു, ബിക്കോസ് ദിസ് ഹൗസ് ഇസ് വെരി സ്ട്രോങ്ലി ബിൽഡ്. ദാറ്റ് ഐ അഗ്രി. പുതിയ വീടുകൾ ആർ നോട്ട് ആസ് സ്ട്രോങ്ലി ബിൽഡ്, ദാറ്റ് ഐ കംപ്ലീറ്റ്ലി നോ. അപ്പോൾ ആ ഒരു സംഭവം ഇസ് ദെയർ കേട്ടോ. ബട്ട് the charm, the beauty, the character എന്ന് അതൊന്നും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഗൈസ്, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നുമല്ലോ. അത് കുറേ നീട്ടിയിട്ട് നിങ്ങൾ കൺഫ്യൂസിങ് ഒന്നും ആക്കണില്ല ഞാൻ. കാര്യം one thing I want to say is there's no right way or wrong way. It's whatever works for you as a family, for your finances. അതാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പണിതു എന്ന് വിചാരിച്ചാൽ നമ്മൾ പണിയണമെന്നില്ല. നമ്മുടെ ഫ്രണ്ട് വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിൽ എല്ലാവരും വാങ്ങി നമ്മൾ വാങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. വാങ്ങാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. യു ജസ്റ്റ് നീഡ് ടു ഫോക്കസ്. ഇത് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എസ്പെഷ്യലി ലിവിങ് ഇൻ ഓസ്ട്രേലിയ വെയർ ഹൗസസ് പ്രോപ്പർട്ടി മാർക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കണമെന്നേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഫൈനാൻസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ വാട്ട് യു വോണ്ട് ടു ഡു. നമ്മൾ മോർഗേജ് ബ്രോക്കർ എപ്പോഴും കണ്ടിട്ട് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു അനാലിസിസ് നോക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഐ ഓൾവേസ് സേ ഫൈൻഡ് എ ഗുഡ് മോർഗേജ് ബ്രോക്കർ ആൻഡ് അവരോട് സംസാരിക്കൂ. ഈവൻ ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് ടു ബൈ വിത്തിൻ ദ നെക്സ്റ്റ് 1 or 2 years, ഗോ സ്പീക്ക് ടു എ ബ്രോക്കർ. അവർക്ക് പറഞ്ഞുതരാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, എന്തൊക്കെ ചെയ്തിട്ട് എത്രയ്ക്കുള്ളത് വാങ്ങാൻ പറ്റും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഈവൻ ഇഫ് യു ഹാവ് നോ പ്ലാൻസ് ഓഫ് ബൈയിങ് ഇമീഡിയറ്റ്ലി, just speak to a broker and see, I just want to assess my situation, and they'll help you out. Okay. Stamp duty മനസ്സിലുണ്ടാവണം. നമ്മളൊരു വീട് ബിൽറ്റ് ഹോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഹയർ ആയിരിക്കും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ എ ബ്രോക്കർ ക്യാൻ ഹെൽപ്പ് യു ഫിഗർ ഔട്ട് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഫാമിലി. ഓക്കെ. അഗൈൻ ഐ ഓൾവേസ് സേ ദിസ് ആസ് വെൽ, നമ്മളുടെ ഇതൊരു റേസ് അല്ല. ദിസ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ. നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും മാതിരി വീട് വാങ്ങുക വെക്കുക എന്നുള്ളതല്ല ലൈഫിലെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട്. നമ്മുടെ സർക്കിളിലുള്ള കുറേ പേര് ചെയ്തു, നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഒരിക്കലും ഡോണ്ട് ഫീൽ എനി കൈൻഡ് ഓഫ് സ്ട്രെസ്, ഡോണ്ട് ഫീൽ എനി കൈൻഡ് ഓഫ് കോംപ്ലെക്സ്. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി ഇറ്റ് ഈസ് നോട്ട് എ റേസ് ടു സീ ഹൂ ബൈസ് ഫസ്റ്റ്. നമ്മളുടെ സർക്കിളിൽ എല്ലാവരും വാങ്ങി, നമ്മൾ മാത്രം വാങ്ങിയിട്ടില്ല. ഡോണ്ട് സ്ട്രെസ്. അതും ഒരു പ്രശ്നമല്ല ലൈഫിൽ. ഓക്കെ, ഐ നോ ഇറ്റ്സ് ഈസിയർ ടു സേ ആഫ്റ്റർ വി ഹാവ് എ പ്രോപ്പർട്ടി. പക്ഷേ വാങ്ങിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഐ ക്യാൻ സേ ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് റിഫ്ലെക്ട്സ് യുവർ സ്റ്റാറ്റസ് ഇൻ യുവർ സൊസൈറ്റി ഓർ വാട്ട് എവർ യുനോ. ആ വക കാര്യങ്ങൾ എസ്പെഷ്യലി ആസ് എ മലയാളി നമുക്ക് മനസ്സിലുണ്ടാവാൻ സാധ്യത അധികമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് കേരള ബോർഡറിലേക്ക് കടന്ന വീടുകൾ ആർ ഓൾ ജാങ്. സോ ലെറ്റ്
those kind of influences not affect you because it's not the same market. നാട്ടിലൊരു വീട് പണിയണ മാതിരിയോ വാങ്ങണ മാതിരിയോ അല്ല ഒട്ടും ഇവിടെ. ഇറ്റ് ഈസ് എ ലോട്ട് മോർ എക്സ്പെൻസീവ് ആൻഡ് എ ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ലെറ്റ് ദിസ് ബി എ സ്മോൾ ഹെൽപ്ഫുൾ ഒരു വീഡിയോ. നൈറ്റ് മാത്രം ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. ബട്ട് എൻജോയ് ദ പ്രോസസ്. നിങ്ങൾ വാങ്ങാൻ പോണ വീട് ഓർ വെക്കാൻ പോണ വീട്, it's going to be a place where your family is, where your family grows, where your family lives every day. Every happy, sad moment spend into the space. So let it be a happy and a nice journey, not a stressful one. Wish you all luck. And I hope you video larku ishtai. Please subscribe to my channel to keep seeing all these kind of videos, lifestyle videos in Australia. Thank you for watching. Until we see you in the next video. This is bye from Shruthi and bye from Malayalee. Bye guys.